മൂന്നാർ പോയിട്ടില്ലടാ ഇതുവരെ? ഞാനോ? ഉണ്ട്. ഇപ്പൊ പോയി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ. സ്കൂളിൽ നിന്ന് ഇപ്പൊ 10ാം ക്ലാസ്. കോളേജ് എങ്ങനെ അവിടെ സ്റ്റേ ആയിരുന്നു? അതോ ഡോർമിറ്ററി പോലെ ലോക്കൽ സെറ്റ്? അതല്ല, മിക്കവാറും ഇന്നും നമ്മൾ അവിടെ തന്നെ കിടക്കേണ്ടി വരുമായിരിക്കും. അതാണ് ഏലപ്പാറ. ഏലപ്പാറ ടൗണിലോട്ട് കയറി. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ അഞ്ചുരുളിയെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു. അഞ്ചുരുളി ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോഗറും ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കാണിക്കത്തില്ല. അതുവരെ കാണിക്കുക. ഇപ്പൊ അഞ്ചുരുളി എന്താ ഞങ്ങളുടെ ഗൂഗിൾ ബിഗ് ഹോൾ ഇടുക്കി ഡാം വാട്ടർ കമ്മിങ് റിസർവയർ വാട്ടർ ജമ്പിങ് ആണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ വാട്ടർ ജമ്പിങ്, വാട്ടർ ഡാൻസിങ് ഇങ്ങോട്ട് അങ്ങോട്ട്. ഒരു ബിഗ് ഹോളിൽ കൂടെ വാട്ടർ കമ്മിങ് ഫ്രം ദി ഹോൾ. അതെന്താ പേര് അഞ്ചുരുളി? അഞ്ചുരുളി കമത്തി വെച്ചിരിക്കുന്ന പോലെ മൊട്ടക്കുന്ന് ആ വെള്ളത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ അകത്തോ? അതായത് വെള്ളം കുറയുന്ന സമയത്ത് ഈ അഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെ പേര് വന്നല്ലേ? പടച്ചോനറിയാം. തെറ്റായ വിവരങ്ങൾ തന്ന് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യലാണ് ഈ രണ്ട് ബ്ലോഗേഴ്സിന്റെ മെയിൻ ഹോബി. അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ പറയുന്ന തെറ്റുകളൊക്കെ ഭാവിയിൽ ശരിയാവാറുണ്ട്. അവിടെ വെള്ളം പക്ഷേ വരും. അത് ചിലപ്പോ ശരിയായ കാര്യം പോലും ഞങ്ങൾ തെറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞവരുണ്ട്. പലർക്കും മോശം കേട്ടോ. റോഡ് കുറച്ച് ഇതൊന്നും അല്ല. റോഡ് മോശം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞ വണ്ടിയായിട്ട് ഈ വഴി പോകാൻ പറ്റത്തില്ല. ഗൂഗിൾ മാപ്പില് ഡെസ്റ്റിനേഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ ജംഗ്ഷനിൽ എത്തുമ്പോ ചേട്ടാ ഗൂഗിൾ മാപ്പ് ഇന്നലെ വന്നതാ. പക്ഷെ ഈ ചോദ്യം എന്ന് പറയുന്ന സാധനം ചിലപ്പോ അങ്ങനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള വഴി അവർ പറഞ്ഞു തരും. ഈ അമ്മച്ചിയൊക്കെ ഈ പുള്ളിക്കാര് പറയുന്നേക്കാൾ അടിപൊളിയായിട്ട് നല്ല വഴിയും ചിലപ്പോ ഗൂഗിൾ അമ്മച്ചി ഫുഡ് വാങ്ങിച്ച് തരാ വെക്കുമ്പല്ലേ. നീ എന്താണ് ഇങ്ങനെ വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വീട്ടിൽ ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ട് വ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ ഏരിയ ഞങ്ങൾക്കൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. നോക്കി മനോഹരമായ ഇത് മിസ്സായിരുന്നെങ്കിൽ എന്തായാലും മിസ്സായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്ക് മാൻ. പിന്നെ ഞങ്ങൾ ഇപ്പൊ അഞ്ചൂരിൽ എത്തിയിട്ടുണ്ട്. ഒരു കിടിലൻ വ്യൂ കാണിച്ചു തരാം. എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും. പോകുന്ന വഴികളും കാണിച്ചു തരാം. കാർ ഇവിടെ വരും കേട്ടോ. 4 വീലർ വന്നു കഴിഞ്ഞാലും ഇവിടെ വരാനുള്ള സാഹചര്യമുണ്ട്. വഴിയൊക്കെ കുറച്ച് മോശമാണ്. എൻ്റെ പൊന്നോ, കിടിലൻ വ്യൂ. അങ്ങ് കണ്ണത്ത ദൂരം വരെ വെള്ളം ആകാശമായിട്ട് വെള്ളം ഒരുമിച്ച് കിടക്കുന്ന പോലെ തോന്നുന്നു. ഇതെങ്ങനെയുണ്ട് വ്യൂ? അത് ഇത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇതുവരെയാണ് അത് ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടുപോയിപ്പിച്ച. ഇപ്പൊ എന്റെ പറഞ്ഞതിന് കുഴപ്പമില്ല അല്ലേ? കടല് പോലെ അക്കരെ എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നില്ല. മഞ്ഞ് കിടപ്പുണ്ടാവും അല്ലേ അവിടെ? ആ മല, ഒരു മല കാണാൻ. ഇതിന്റെ ഇടയ്ക്കാണ് ഉരുളി കമത്തി വരെ കുറെ മൊട്ടക്കുന്ന്. ഇപ്പൊ കാണുന്നില്ല. കൊട വരുമ്പോ നല്ല ഫീൽ ആണല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ ഹാഷിം പറയൂ. കുറച്ച് മുമ്പ്
ഞാനിവിടെ വന്നപ്പോണ്ടല്ലോ ഇങ്ങനെ വഴിയൊന്നും ഇല്ല, നമ്മൾക്ക് ഇങ്ങനെ കയറി പോകണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഒരു 100 മീറ്റർ എങ്കിലും താഴോട്ട് ചാടുന്ന വെള്ളച്ചാട്ടമാണ്. 50 മീറ്ററെങ്കിലും ചാടുന്ന 25 മീറ്ററെങ്കിലും ചാടുന്ന വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. 25 അത്രയുണ്ട്, ഈ കുറയ്ക്കത്തില്ല. മലയുടെ മേലിൽ നിന്ന് വരുന്ന വെള്ളമാണ് അല്ലേ? മഴയല്ല, വേറൊരു ഇതുപോലത്തെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തുനിന്ന് ആ റിസർവോയർ ഇറങ്ങി ഇങ്ങോട്ട് ഗൈസ്, നമ്മളിപ്പം അഞ്ചുരുളി ഹോളിലേക്കാണ് പോകുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ വരാൻ പറ്റും, പ്രായമായൊരു സൂക്ഷിച്ച് വരിക. ഇതാണ് നമ്മുടെ അഞ്ചുരുളി. ഇതിൽ വരുന്ന വെള്ളം, ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇതേപോലെ റിസർവോയറിൽ നിന്ന് നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല, ഇതിന്റെ നടുക്ക് ഒരു പുള്ളി മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ. ഈ പുള്ളിയല്ലേ? അതെ, അതിനിപ്പോ ഇപ്പൊ കാണാം. ഈ പുള്ളിയാണത്, ഇതിനവിടെ മീൻ പിടിക്കുകയാണ്. ഹെവി മഴയാണ്. നനഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന വീഡിയോ കിട്ടാൻ വേണ്ടി കേട്ടോ. അദ്ദേഹം ഫ്രണ്ടിൽ പോകുന്ന വീഡിയോ കിട്ടി. എന്റെ പൊന്നെ, എടാ ഇങ്ങോട്ട് മണ്ണിടിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടു പോകും കേട്ടോ. ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഉപ്പിലിട്ട എല്ലാം ഉണ്ടല്ലോ. ഇതെന്തോ ഇത് തേനെല്ലിക്ക, ടിഷ്യൂ പേപ്പറും ചക്കയായിട്ട് എല്ലാം ഒരുമിച്ച് കഴിക്കാനുണ്ട്. ഇതാണോ തേനെല്ലിക്ക? ഞങ്ങളുടെ സെക്കൻഡ് ഡേ ജേണി ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ ലൈറ്റ് ചെക്കിൻ ആയിരുന്നു. ഇന്നലെ ഒരു 10 മണിയൊക്കെ എത്തിയപ്പം. പക്ഷെ വന്ന് പെട്ടത് ഒരു സ്വർഗത്തിലാണ്. ആഷിമേ, പറയടാ എന്തായാലും. എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ബെഡിൽ നിന്ന് പുതപ്പ് എടുക്കുമ്പോ തന്നെ നമ്മൾ കാണുന്നതിന് അറിയാം, ഈ കിട്ടില്ല വ്യൂ ആണ്. ഈ മഞ്ഞും തേയിലക്കാടും. ഇവിടെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെയൊക്കെ ക്ലിയർ ആയി കേട്ടോ. അവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് കാണാം. അതെ, രാവിലെ ഇവിടെ ക്ലിയർ ആയിരുന്നു. ഇവിടെ അങ്ങോട്ടേ ഇതിന്റെ അപ്പുറത്തോട്ട് ഇഷ്ടംപോലെ മലയടുക്കൾ ഇങ്ങനെ ഉണ്ട്. റിസോർട്ടിന്റെ പേര് പറക്കാട് അല്ലേ? പറക്കാട്, നമ്മുടെ പറക്കാട് ജുവലേഴ്സ് ഇല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ? സമയത്രേ? ഡിലേ ആക്കണ്ട. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നേരെ കയറി വരുന്നൊരു പോർഷനാണിത്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, എൻ്റെ പൊന്നോ, പൊളി കേട്ടോ. മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലുക്ക്. ഇവിടെ ഒരു ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട് അവർ. ഇതിപ്പം വെള്ളം നിറച്ചിട്ടില്ല, മേടിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടനാണ്. ഫുള്ള് തേയിലത്തോട്ടാണ്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അവിടെ. മുട്ട വേണ്ട.
നിനക്ക് വേണം? അത് ഒരെണ്ണം വെച്ചോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഴം പഴമൊന്നും വേണ്ട, ഇതൊന്നും കഴിക്കുമോ? അത് വേണ്ടടാ. ആണോ? 3 പീസ്. ഫ്രൂട്ട്. പേരില്ല, അത് ബനാന എന്തോ പഴം വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ കഴിച്ചു കൊടുക്കും. ഒരു കപ്പ് കേക്ക് ചീസ് കോസൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് സൈഡിലോട്ട് ഇത് കുറച്ചെടുത്തിട്ട് ഇത് നല്ലതായിരുന്നു. പൈനാപ്പിളിൻ്റെ സാലഡ് ആണെന്ന് തോന്നുന്നു. എരിവെള്ളം മതി, അത്രയും കുറച്ച് മതി നമുക്ക്. പിന്നെ പയറും തക്കാളിയും ഉള്ളിയും ചില്ലി, പിന്നെയും കുറച്ച് സലാഡ്, മയണൈസ്, സോസ് കാര്യങ്ങൾ, പിന്നെ വിനെഗറിലിട്ട സാധനങ്ങളുണ്ട്, കേടുണ്ട്. ഇതൊക്കെ ഉപ്പിലിട്ടാണ് കേട്ടോ. ഇതൊക്കെ സാലഡ് ഇതുപോലെ പിക്കിൾസ് പോലെ അല്ലേ? പിക്കിൾസ് എല്ലാം ഉണ്ട്. മൈ ഗോഡ്, എന്താ അല്ലേ? പറയൂ. ഐശ്വര്യമായിട്ട് പാൻ കേക്ക് കഴിച്ചോളാം. ഞാനും തുറന്നു. നീ ഏതൊക്കെ എടുത്തിരിക്കുന്നത്? പാൻ കേക്ക്, കേസരി, ബ്രെഡ്, പൊറോട്ട, തേൻ. വടയുണ്ടല്ലോ, നല്ല ചൂട് വട, അടിപൊളി വട. ഇപ്പോൾ വന്നാ സ്ട്രോബെറി സ്ട്രോബെറി. നല്ല ഫ്രഷ് സാധനം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലോട്ടുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണിത്. ഇവിടുന്ന് നമുക്ക് വെളിയിൽ ഇരുന്ന് കഴിക്കാനുള്ള കുറച്ച് സീറ്റിങ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടുന്നും ആ കംപ്ലീറ്റ് തേയിലത്തോട്ടത്തിൻ്റെ കംപ്ലീറ്റ് ആ ഒരു വ്യൂ ഇവിടുന്നും ആസ്വദിക്കാൻ പറ്റും. ഫുള്ള് കോടയാണ് കേട്ടോ. അവിടുന്ന് നോക്കിക്കേ, ഡെൻസായിട്ടുള്ള കോട ഇറങ്ങി കംപ്ലീറ്റ്. ഇതേ ഭയങ്കര ഡെൻസ്. നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ഈ ജീപ്പിനെ നിങ്ങൾ കൊണ്ടുവന്നേ? എന്നാ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ബാ. ഞാൻ ലോക്കാണ്. ഏലത്തോട്ടാണ്. അശ്വേ, കുറയിലുണ്ടാ?
ഇവിടെ താഴെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ സ്പോട്ടിലോട്ടാണ് എത്തിയത്. ഓ അത് നാച്ചുറലാ അല്ലേ? കൊള്ളാം, പൊളി. നമ്മൾ ഈ എൻ്റെ പോലെ ഒരു രക്ഷയില്ലല്ലേ ഫ്രണ്ട് ജീപ്പ് വേറെ അല്ലേ? നമ്പർ നോക്കി വെച്ചോ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതെ. ഇതാണ് മഹേന്ദ്ര. ഇത് ഈ വഴി തന്നെയാണോ തിരിച്ചു കയറി പോണം? ഇതിലൂടെ പോയിട്ട് കണ്ടിട്ട് മേൽക്കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സൈഡിൽ കൂടെ തന്നെ ഇതിന്റെ നേരെ അത് കണ്ടിട്ട് ഈ വഴി കൂടെ ഇറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. സൈഡിൽ കൂടെ അങ്ങനെ കയറി അവിടെ ഒരു പാലം പോലെ ക്രോസ് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ ശരി ശരി. അവര് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. ഇതൊക്കെ ഇത് നാച്ചുറൽ, ഇതൊക്കെ ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നു അല്ലേ? ഇത് പാറ തന്നെ കൊത്തി വെച്ചേക്കാം കേട്ടോ. ഓ ഇത് കൊത്തി വെച്ചേക്കല്ലേ പാറയില്? ആ സിമെന്റ് ചെയ്തേക്കുവാണോ? പോവാം പോവാം കമോൺ. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോ പൊളി. ഇവിടെ ഒരു നടന്നു പോകാനുള്ള ഒരു ബ്രിഡ്ജ് പോലെ എടുത്തേക്കുന്ന അവർ തന്നെ ആർട്ടിഫിഷ്യലായിട്ട്. ഇത് ആർട്ടിഫിഷ്യൽ സെറ്റപ്പിൽ ചെയ്തെടുത്താണോ? അത് അവിടുന്ന് ഒറിജിനൽ വെള്ളച്ചാട്ടം വരുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം അവർ ഇതിങ്ങോട്ട് ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കി എടുത്തേക്കുന്നതാണ് കംപ്ലീറ്റ്. അപ്പം നമുക്കിവിടെ ഒരു പാലം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കറക്കി ഇതവിടെ കൊണ്ടുവന്നിട്ട് ഒരു വാട്ടർഫോൾ ആക്കി വിടുകയാണ്. അഡ്വഞ്ചർ ട്രിപ്പും കൂടെ ആയല്ലേ? ഇതുവഴി തന്നെ കയറി പോകാൻ പറഞ്ഞു. അവർ നേരത്തെ എത്തിയോ? പൊടി പൊടി. ഫുള്ള് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഇതൊക്കെ സിമെൻറ്റ് വർക്കാന്ന് തോന്നുന്നു. പക്ഷെ അവർ നാച്ചുറൽ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നല്ലേ? നോക്കിക്കേ, ഒരു കോട്ട പോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം. അകത്തോട്ട് ഇനി നടന്ന് കയറണം. ഇവിടെ എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുക? ഇതെന്തോ അമ്പലം പോലെ എന്തോ സെറ്റപ്പാണ്. ഇത് കേവ് സെറ്റപ്പാണ്. ജനലിൽ കൂടെ അവിടെ ബാത്റൂം അല്ലേ? ഇത് നമ്മുടെ ഭാവിയിലപ്പോൾ ഒരു പ്രീമിയം ബെഡ്റൂമും ഒരു ഗുഹയെ താമസിക്കുന്ന ഒരു ഫീല്. ഇത് ബാത്റൂം, എൻ്റെ പൊന്നോ ബാത്റൂം നോക്കിക്കേ, ഒരു രക്ഷയില്ല. ഇത് വൺ സെറ്റപ്പ് ആട്ടാ. എടാ ഇത് നോക്കടാ, ഇലക്ട്രിക് ബോക്സ് ഒക്കെ വെട്ടിയെടുത്തേക്കുന്ന കംപ്ലീറ്റ് പാറ വെട്ടിയെടുത്തേക്കും. ഒറിജിനൽ പാറയാണ്. ഇത് ബാത്റൂമാണെന്ന് ഇത് നോക്കി. അപ്പോൾ ക്ലോസറ്റിലല്ലേ ഇത് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് ഫുള്ളിട്ടാണ്, ഡാർക്കാണ്. ഞാനൊരു ഫ്ലാഷ് ഓൺ ചെയ്യാം. ഒരു ബാത്ടബ് വലുതാക്കി എടുത്തേക്കത്. പൂളല്ല, മിനി പൂളെന്ന് പറയാം. ഒരു ചെറിയൊരു ബാത്ടബ്. അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളം വീണ എനിക്കൊന്ന് അവിടെ നിന്ന് ഒരു വാട്ടർ ഫൗണ്ടനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ്. അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടോ അവിടെ നിന്നൊരു വാട്ടർഫോൾ പോലെ ചെയ്തെടുക്കാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ലൈനുകൾ, പ്ലംബിംഗ് ലൈനും ഇലക്ട്രിക് ലൈനും എല്ലാം കൺസീൽഡ്, പാറയിൽ കൺസീൽഡ് ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ദിവസം വരണം. ഇത് കണ്ടിട്ട് ഇത് യൂട്യൂബിൻ്റെ സൈൻ പോലെ ഉണ്ടല്ലോ. ഇത് അടിപൊളി കേട്ടാ, കൊള്ളാം, സൂപ്പർ. സ്റ്റേജിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഇതിലെ സൈഡിൽ കൂടി നമ്മൾ നടന്ന് ഇവിടെയൊക്കെ ഫുള്ള് വേരുകൾ പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പാറ വെച്ച് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇത് നമ്മൾ നേരെ അകത്ത് കണ്ട റൂമിൻ്റെ വിൻഡോ ആണ്, അത് ഗ്ലാസ് വിൻഡോ ആണ്. ഇവിടുന്ന് മേളിലോട്ട് ഒരു റൂമുണ്ട് കേട്ടോ, താഴെ മാത്രമല്ല. മേളിലൊരു റൂമുണ്ട്, അടിപൊളി. ജനലുകളൊക്കെ റൗണ്ട് ഷേപ്പിൽ കൊടുത്തേക്കുന്നത്, കംപ്ലീറ്റ് കേവിൻ്റെ ജനലുകൾ പോലെ. റൂമും ഇറഗുലർ ഷേപ്പിലാണ് കിടക്കുന്നത്. നമ്മൾ കയറുന്നത് ഇതൊരു ബാത്റൂമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈല് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി. ഭിത്തികൾ ഇറഗുലർ ഷേപ്പ് ആയത് കാരണം ചെറിയ ടൈല് വെച്ച് ഒട്ടിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കി കണ്ടോ, നല്ല അടിപൊളി ടൈലാണ്. നല്ല വീതിയാണ്. അതെ, ഫിനിഷ് ആകുന്ന സമയത്ത് നമ്മൾ എന്തായാലും പറഞ്ഞു വരും കേട്ടോ. അതിന് നമുക്ക് ആ വെളിയിലോട്ട് ആ പുറയിൽ എന്താ കണ്ടതെന്നുള്ള നോക്കിയിട്ട് വരാം. ഇവിടെ ഫുള്ള് പാറ പോലെ സിമെൻറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഫ്ലോറിംഗ് അതാണ്, കംപ്ലീറ്റ് സിമെൻറ്റ് വർക്കാണ്. ഇനി പെയിൻറ്റിങ്ങും കൂടെ വരുമ്പം അല്ലേ അടിപൊളിയാവും. ഇത് നിങ്ങൾ ഇങ്ങോട്ട് പോയില്ല, ഇത് നമ്മൾ പോയതാണോ? ഇല്ല, ഈ ഏരിയ പോയിട്ടില്ല. ഈ ഏരിയ ഒന്ന് നോക്കട്ടെ എന്താന്ന്.
ഓ ഇവിടുന്ന് മേളിൽ നിന്നുള്ളൊരു വ്യൂ സ്പോട്ട് പോലെ കേട്ടോ. നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ ബാൽക്കണി ഇല്ലാത്തതിൻ്റെ കുറവ് ഇവിടെ നിന്ന് നികത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പാണ്. നോക്കിക്കേ, ഇത് നോക്ക്, ഇതൊരു ബാൽക്കണി പോലെ ഫുള്ള് മുളയും. അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമുക്ക് ഇവിടെ കണ്ടിട്ട് നമുക്ക് ഇതുവഴി ഇറങ്ങി അവിടെ ഒരു ഫ്ലൈ ഓവർ പോലത്തെ ഒരു ബ്രിഡ്ജുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജിൽ കൂടെ കണ്ടോ, ആ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഉള്ളത് ഇത് ചെയ്യുന്നതിന് അഡ്വാൻറ്റേജ്, ഈ മഴയത്താണെങ്കിൽ തെന്നത്തുമില്ല, നല്ല ഗ്രിപ്പുണ്ട്. എന്താ ലുക്കടാ. മേളിലും താഴെയും 2 റൂംസ് ഉണ്ട്, 2 ബാത്റൂമുണ്ട്. പിന്നെ നമുക്ക് ഈ ബ്രിഡ്ജ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പിന്നെ കണ്ടോ, ഇത് നമുക്കൊരു നമ്മളൊരു കാട്ടിൽ പോയൊരു പ്രതീതിയാണ്, നമുക്കൊരു ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്ന മൊത്തത്തിൽ. ഇതൊക്കെ ഒറിജിനൽ പാറയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഇടയ്ക്ക് ഒറിജിനലും ഇതും വരുന്ന അറിയത്തില്ല, ഒരു രക്ഷയില്ല. ഇത് വൻ സർപ്രൈസ് ആയിപ്പോയി അല്ലേ. നമ്മൾ പ്രതീക്ഷയില്ല. രാവിലെ തന്നെ ഒരു ജീപ്പ് സഫാരിയൊക്കെ ഇവർ ഫ്രീ ആയിട്ട് അവിടെയുള്ള ഗസ്റ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ജീപ്പ് സഫാരിയൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു 10,000-2,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് നമുക്ക് ഇവർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ധൈര്യത്തോടെ വരാം, അടിപൊളി സ്ഥലമാണ്.